എങ്ങനെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നില്ലേ? ആ, എല്ലാം തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അല്ല, അതിനിടയ്ക്കാണ് ഞാൻ ഇങ്ങോട്ട് ഓടിപ്പാഞ്ഞു വന്നത്. നമ്മുടെ ആചാരപ്രകാരം വിവാഹത്തിന് മുമ്പ് 1-2 ചടങ്ങുകൾ കൂടി നടത്തേണ്ടതായി ഉണ്ട്. അഷ്ടലക്ഷ്മി പൂജ, ദീപോത്സവം, അങ്ങനെ ചടങ്ങുകൾ ഒത്തിരി ഉണ്ട്. അതില് അഷ്ടലക്ഷ്മി പൂജ ഞങ്ങള് നടത്തി. ആ പൂജയ്ക്ക് ഞങ്ങള് കുടുംബക്കാര് അത്ര അടുപ്പുള്ളവര് മാത്രം മതി. ഇനി നടത്തേണ്ടത് ദീപോത്സവ. ആ ചടങ്ങിന് ഇവിടെയുള്ളവര് എല്ലാരും പങ്കെടുക്കണം. നിങ്ങളെ ആ ചടങ്ങിലേക്ക് ക്ഷണിക്കാനാണ് ഞാൻ വന്നത്. ദീപോത്സവോ? ഞാനത് കേട്ടിട്ടില്ല. ഞങ്ങളുടെ നാട്ടിലൊന്നും ആ ചടങ്ങില്ല. ഇവിടെ അങ്ങനത്തെ ഒരു ചടങ്ങൊന്നും ഇല്ല. എന്താ ഈ ദീപോത്സവം? ഞങ്ങളുടെ നാട്ടിലെ ഇത് പ്രധാനമാ. വിവാഹത്തിന് മുമ്പ് പെൺവീട്ടുകാര് ദീപോത്സവം നടത്തണം. അത് ഗംഭീര ചടങ്ങാ. എന്താണ് ആ ചടങ്ങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ, പെൺകുട്ടികള് വീടിന്റെ വിളക്കാണെന്നാണല്ലോ സങ്കല്പം. പാർവതി ഇപ്പോ ഞങ്ങളുടെ വീട്ടിലെ വിളക്കാണ്, പ്രകാശമാണ്. വിവാഹശേഷം അവള് ഈ വീട്ടിലും പ്രകാശമായിട്ട് എന്നും നിറഞ്ഞു നിൽക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ചടങ്ങുകൾ നടത്തുന്നത്. അവള് വന്നു കയറുമ്പോ ഈ വീട്ടിലെ ഇപ്പോഴുള്ള പ്രകാശം കെട്ടുപോകാതിരുന്നാ മതി. അപ്പോ എല്ലാരും ഈ ചടങ്ങിന് വരണം കേട്ടോ. ഓ, വരാം. ആ, അല്ല, ഇത് പറയാൻ വേണ്ടി ഇത്രയും തിരക്കിനിടയിൽ ഇവിടം വരെ വരണമായിരുന്നോ? ഒന്ന് ഫോൺ ചെയ്താ പോരായിരുന്നോ? അത് പോരാ, അത് ശരിയാവില്ല. നിങ്ങളിപ്പോ എന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളാ. ഇനി ഇതാണ് എന്റെ മകളുടെ വീട്. ആ സ്ഥിതിക്ക് ഇതുപോലുള്ള ചടങ്ങുകള് ഫോണിൽ കൂടി വിളിച്ചറിയിക്കുന്നത് ശരിയല്ല. നേരിട്ട് തന്നെ വിളിച്ചറിയിക്കണം. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങേ. അയ്യോ, ചായ കുടിച്ചില്ലല്ലോ. അതൊന്നും വേണ്ട, ഒത്തിരി സ്ഥലത്ത് കേറാനുണ്ട്. പോട്ടെ മോളെ. ആ, വന്നേക്കണം. മോനെ, സുഖമാണോ? അതെ, ദീപോത്സവത്തിന് നേരത്തെ തന്നെ എത്തിയേക്കണം കേട്ടോ. അപ്പോ ദീപോത്സവത്തിന് കാണാം. ശരി. മോനെ, അയ്യോ മോനെ, കഴുത്തിന്റെ കാര്യം ഞാൻ ഓർത്തില്ല. ഇപ്പോഴും വേദന ഉണ്ടല്ലേ? ഞാനും ഓർക്കാതെ. സാരമില്ല. ഏതായാലും മോൻ സൂക്ഷിക്കണം. പെട്ടെന്ന് വേദനയൊക്കെ മാറട്ടെ. എന്റെ ശരീരത്തിനേൽക്കുന്ന വേദന ഞാൻ സഹിക്കും.